നമസ്കാരം. അപ്പൊ ഞങ്ങള് കൊണ്ടല് കണ്ടിട്ട് ഇറങ്ങിയതാണ്. കൊണ്ടൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട് കൊണ്ടൽ എനിക്ക് എന്റെ പിക്ചറൈസേഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബീച്ച് ബേസ്ഡ് അല്ല, ബീച്ചല്ല ആക്ച്വലി നടുക്കടലിൽ പോയി നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു 10 ദിവസം ഇവർ ആഹാരവും എല്ലാം തന്നെയും കൊണ്ടുപോയിട്ടാണ് പോകുന്നത്. സോ ആ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് മലയാള ഇൻഡസ്ട്രിയിൽ എടുക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ പെപ്പെ തന്നെയാണ്, ആന്റണി വർഗീസിന്റെ ഈ റോള് ശരിക്കും കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് പറയുമ്പോൾ ഡിഫക്റ്റ് കൂടെ പറയണം. ഇതിനകത്ത് വില്ലന്മാരായിട്ട് വന്ന 1-2 പേര് കൊള്ളാം. പക്ഷെ ചില ആളുകൾ മിസ്കാസ്റ്റിംഗ് ആയി. കാരണം ആ ഒരു വില്ലൻ വേഷത്തിലെ ഒരു ഓവർ റിയാക്ഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി നമ്മുടെ കരിക്കിനകത്ത് വന്ന ഒരു ആക്ഷൻ. നമുക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ട പോസിറ്റീവ് ഒന്ന് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി, ക്യാമറ വർക്ക് പൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ബിജിഎം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഒരു സ്റ്റണ്ട് പടമായത് കാരണം ബിജിഎത്തിന്. പിന്നെ നമ്മുടെ ടർബോയ്ക്ക് ശേഷം നമ്മുടെ രാജ്ബി ഷെട്ടി വീണ്ടും മലയാളത്തിലേക്ക് വരുന്നത് ട്വിസ്റ്റ് ആണ്. ടർബോയ്ക്കകത്ത് രാജ്ബി ഷെട്ടി കിട്ടിയിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷൂ എന്ന് പറഞ്ഞ് തീർത്ത് കളഞ്ഞ രീതിയാണ്. കാരണം മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല ആ ഒരു. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് വില്ലന്മാർ ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം പെപ്പയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്ന സാഹചര്യം വരുന്നുണ്ട്. അത് തന്നെയാണ് വേണ്ടത്. കാരണം മിക്ക സിനിമകളിലും ചിലപ്പം വില്ലനും നായകനും ഒക്കെ നായകനെ കടച്ച് താന്നിരിക്കും വില്ലൻ. പക്ഷെ ഇത് അങ്ങനല്ല. ഇത് 3-4 വില്ലന്മാർ ഒറ്റയടിക്ക് അടിക്കുന്ന നായകൻ എന്ന് പറയുന്നത്. രാജ്ബി ഷെട്ടിയുടെ ക്യാരക്ടറിലേക്ക് നമ്മൾ വരുന്നില്ല. അത് സിനിമ കണ്ടിട്ട് നിങ്ങൾ തന്നെ ഇതാകും. അതിന്റെ ക്യാരക്ടറിലേക്ക് നമ്മൾ വരുന്നില്ല. ഒരു പ്രധാനപ്പെട്ട ഒരു റോളാണ് ഇന്റർവെൽ പഞ്ച് ആകുമ്പോഴാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു സ്രാവിന്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ആ ഒരു CG അത്രയ്ക്ക് അങ്ങോട്ട് എറിച്ചിട്ടില്ല. കാരണം മലയാളത്തില് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഗംഭീരമാക്കി എടുക്കാൻ പറ്റുമോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അമരൻ സിനിമയ്ക്കകത്ത് വർഷം മുമ്പ് ആ സിനിമയ്ക്കകത്ത് ആ ഒരു കൊമ്പൻ സ്രാവിനെ കാണിച്ചിട്ടുള്ളത് എത്ര ഒരു നാച്ചുറാലിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ഇന്ന് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന്റെ ഒപ്പം വരുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ കാലത്ത് ഇത്രയും വലിയ CGയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ ഒരു എഫക്ട് ഒന്നും ഇല്ലാതെ പോലും അത് ചെയ്തു. അപ്പൊ വേണമെങ്കിൽ അതിനകത്ത് ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അജിത് മാമ്പള്ളിയാണ് ഡയറക്ഷൻ. അത് കൊള്ളാം. സോഫിയ പോൾ ആണ് RDX എന്ന സിനിമയ്ക്ക് ശേഷമാണ് സോഫിയ ഇവർ ഒന്നിക്കുന്നത്. നമ്മൾ ഇത് ഇതിനകത്ത് സിനിമാറ്റിക് സംഭവങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഇപ്പം പോസിറ്റീവ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു നെഗറ്റീവ് കൂടെ ഞാൻ പറയാം. എന്താ പറയാ, എനിക്ക് എന്റെ ക്ലൈമാക്സ് ഇല്ലേ, ക്ലൈമാക്സ് പെട്ടെന്ന് അവസാനിപ്പിച്ചു. കാരണം ക്ലൈമാക്സ് കുറെ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സിനിമയുടെ ഒരു ദൈർഘ്യം നോക്കുവാണെങ്കിൽ ഇപ്പൊ മണി 1 അല്ലെ. നമ്മളിപ്പം സിനിമ തുടങ്ങിയ 10 മണിക്ക് ഇപ്പം 3 മണിക്കൂറിനടുത്ത് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി 3 മണിക്കൂറിനടുത്ത് ഉണ്ട് സിനിമ. പക്ഷെ ഇടക്ക് ആവശ്യമില്ലാത്ത കുറെ വലിച്ചുകെട്ടലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ആവശ്യമില്ലാത്ത 1-2 പാട്ടുകൾ സിനിമയ്ക്കകത്ത് വരുന്നത് എനിക്ക് അനാവശ്യമായിട്ടാണ്. ആ പാട്ടിന്റെ 1-2 പാട്ട് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരായിരുന്നു, ക്ലൈമാക്സ് പോർഷനിലേക്ക് കൊണ്ടുവരായിരുന്നു. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഉഷ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് 10-15 മിനിറ്റിനുള്ളിൽ അത് കൊള്ളാം, സംഭവം പൊളിച്ചു. പക്ഷെ അതിലോട്ടൊന്നും സിനിമ പിന്നീട് കണക്ട് ആയില്ല എന്നുള്ള, തിരിച്ചു കൊണ്ടുവന്നില്ല എന്നുള്ള. കാരണം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എന്താണ്, ആ ഫസ്റ്റ് ഹാഫ് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്ന് നിർത്തി സെക്കൻഡ് ഹാഫിലേക്ക് തുടങ്ങി ആ ഒരു ഇതിലേക്ക് എൻഡിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് കണക്ട് ആവുമെന്നാ വിചാരിച്ചത്. പക്ഷെ അതൊരു നിരാശയായിട്ട് നമുക്ക് തോന്നി. പെർഫോമൻസ് ഓക്കെയാണ്. കാരണം ആന്റണിക്ക് ഈ ഒരു ലോക്കൽ സെറ്റപ്പ് ഈ സാധനം പറ്റുള്ളൂ. വേറെ പ്രണയിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഒരു രക്ഷയില്ല. ഇതൊക്കെ നമുക്ക് എവിടേക്ക് നമുക്ക് ചിലപ്പം നമ്മുടെ അർദ്ധരാത്രി എല്ലാം തോന്നുന്നുണ്ട്. അർദ്ധരാത്രി അജഗജാന്തരം വരുന്നുണ്ട്. അജഗജാന്തരത്തിന്റെ ആണ് ഈ പാട്ട് എല്ലാം ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു അഭിനയം. എല്ലാം പിന്നെ കടലിനകത്താണ് 10-70 ദിവസം കടലിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കടലിന്റെ പശ്ചാത്തലത്തിലായി എടുത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ വിഷ്വലൊക്കെ നല്ല രീതിയിൽ തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. അതാ പറഞ്ഞു. കാരണം ഈ സിനിമ ഒരു നടുക്കടലിൽ നമുക്ക് ഇങ്ങോട്ട് എക്സ്പീരിയൻസ്. കാരണം പലർക്കും ആഗ്രഹം ഉണ്ടാവും നടുക്കടലിൽ പോയി അവരെങ്ങനെയാണ് അവരുടെ ഇത് മീൻ പിടിക്കുന്നത്. ഈ ഒരു എന്താ പറയാ, കേരയാണോ അല്ല അത് സ്രാവാണ്. അല്ലല്ല, കേര പിടിച്ച് ഇങ്ങനെയാണ് കേര വരുന്നത് കാണിക്കുന്ന ഒരു സീനുണ്ട്. അതൊക്കെ എനിക്കൊന്ന് നോർമൽ പ്രേക്ഷകർക്ക് അതൊരു പുതിയൊരു അനുഭവമാണ്. സോ അങ്ങനെ ഒരു അനുഭവം കിട്ടും. പിന്നെ നമ്മുടെ ആലപ്പുഴ 2 ആക്ടർമാരുണ്ട്. ഒന്ന് നമ്മുടെ സിറാജ് ഉണ്ട്, കളി എന്ന സിനിമയിലൂടെ വന്നിട്ടുള്ള സിറാജ് ഉണ്ട്. പിന്നെ ഒന്ന് മനോജ്
അങ്ങനെ എന്തോ ആണ് പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിനയ് ഫോർട്ടിന്റെ സിനിമ ഉണ്ടായിരുന്നു, മറ്റേ ഒരു നാടകം ബേസിലുള്ള സിനിമ. ആ സിനിമയിലെ 1-2 കഥാപാത്രം ഇതിനകത്തുണ്ട്. സോ അത് ഒരു ഇതാണ്. പിന്നെ ഗൗതമി അല്ലേ, ഗൗതമി നായർ, അയാള് കുറെ നാൾക്ക് ശേഷം ഡയമണ്ട് നെക്ലസ് ശേഷം തിരിച്ചു വന്നു. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണികണ്ഠനാചാരി കുറച്ചു നേരം ഉണ്ടെങ്കിലും നല്ല ക്യാരക്ടർ ഒരു സെന്റിമെന്റ് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ നന്ദുവിന്റെ ക്യാരക്ടർ ആയിട്ടാ. നന്ദു നമ്മള് ഈ എന്താ പറയാ കോമഡി കണ്ട് നന്ദു ഒരു സീരിയസ് ക്യാരക്ടറിലേക്ക് വന്നുള്ളത്. നന്ദു പല സിനിമകളിൽ ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് പോലെ ശരി, അതിനകത്ത് സീരിയസ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്ത് ഒരു വെറൈറ്റി ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ പുള്ളിയുടെ പേര് ഡാൻസിങ് റോസ്, ഷബീറോ. അതെ, അതാണ് ഇതിനകത്തൊരു മെയിൻ വില്ലനായിട്ട്. അതാണ് മെയിൻ വില്ലൻ. ദുൽഖറിന്റെ സിനിമ വന്നില്ല കഴിഞ്ഞ പ്രാവശ്യം, കിങ് ഓഫ് അതിനകത്ത് വളരെ നിസ്സാരവൽക്കരിച്ച ഒരു വില്ലനാണ്. പക്ഷെ ഇതിനകത്ത് പുള്ളിനെ കുറച്ചുകൂടെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ വൈസ് എല്ലാം കൊള്ളാം. അതുപോലെ തന്നെ എന്താ പറയാ വിഷ്വൽസ് കൊള്ളാം. നമ്മുടെ പക്ഷെ ക്ലൈമാക്സ് ആണല്ലോ ഒരു പടത്തിന്റെ ഇതാക്കിയിരുന്നെങ്കിൽ പക്ഷെ ചിലപ്പോ ഓണം വിന്നർ ഒരു പക്ഷേ പറയാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, എനിക്ക് എബോ ആവറേജ് മൂവി ആട്ടോ, ഒരു സംശയം. എബോ ആവറേജ് മൂവിയാണ്, നല്ല മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, കൊള്ളാം. തിയേറ്ററിൽ നമുക്ക് കണ്ട് ബോറടിക്കലൊന്നുമില്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ സാധാരണ പെപ്പയുടെ കിൻഡൽ ഇടി ആ സാധനം ഇതിനകത്തും ഉണ്ട്. ഓരോ കിൻഡലും അത് കറക്റ്റ് ആയിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നു. ഉറപ്പായിട്ടും എനിക്കൊന്ന് കുട്ടികൾക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടും, എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ. കാരണം അങ്ങോട്ട് എക്സ്പീരിയൻസ്, കടലിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു വല്ലാത്തൊരു വൈബാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട് തന്നെ. അല്ലെ, അജിത് മാമ്പള്ളി അദ്ദേഹം തിയേറ്ററിൽ പോവുക. ഓണമായിട്ട് ഒരുപാട് നല്ല നല്ല സിനിമകൾ സിനിമയും നല്ല സിനിമ. നല്ല സിനിമ കിഷ്കിന്ദ അത് വേറെ ലെവൽ കേട്ടോ. അത് ക്ലാസ് എന്താ പറയാ ത്രില്ലർ സിനിമ. ഇത് വേറൊരു രീതിയിലുള്ള സിനിമ. എന്തായാലും 3 സിനിമകൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തന്നെയാണ്. ഇനി ഒരെണ്ണവും കൂടെ ബാക്കിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഉമർ ലുലുവിന്റെ ബാഡ് ബോയ്സ്. അത് ബാഡ് ആണോ നല്ലതാണോ എന്നുള്ളത് കണ്ടിട്ട് നമ്മൾ പറയാം അല്ലെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമ നമ്മുടെ കൊണ്ടൽ കണ്ടിട്ടുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.